പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഈ പ്രവചനങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ ഏതായാലും 11 മണി ആകുമ്പോഴത്തേന് കേരളം ആര് ഭരിക്കും എന്നുള്ളതിനെ പറ്റിയൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. എന്നാലും ഇപ്പോഴും ആൾക്കാരിങ്ങനെ പല പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഏതായാലും എൻ്റേതായിട്ടുള്ളൊരു പ്രവചനം നടത്താൻ പോവുക. അത് പബ്ലിക്കിന് വേണ്ടി എന്നെ കാണുന്ന എനിക്കൊരു 318 സബ്സ്ക്രൈബേഴ്സുണ്ട്. 318 സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ ഈ ചാനൽ കാണുന്നവർ നമ്മുടെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. എന്നാലേ നമ്മളീ പറയുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ എത്തത്തുള്ളൂ. അതുപോലെ മിനിമം ഒരു 600-700 പേര് എന്നെ കാണുന്നുണ്ട്. ആവറേജ് 700-800 പേര് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരു 100 പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യം. കാര്യം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പബ്ലിക്കിലൊക്കെ പോയി പറയുന്നതിന് പകരം നമുക്ക് ഒരു വേദി ഉണ്ടാക്കി പറയുക. അത് 100 പേര് കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു കാര്യമാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് 1 കൈയും 2 കൈയൊക്കെ ഉണ്ട്. 800 പേരെങ്കിലും മിനിമം കാണുന്നുണ്ട്. 700-800 പേര് മിനിമം കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള ഒരു ഇലക്ഷനിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം കോൺഗ്രസ് തറപറ്റി. പക്ഷെങ്കിൽ അന്ന് കേരളത്തിൽ 111 സീറ്റാണ് UDF നേടിയത്. 111 സീറ്റ് നേടി. അന്നാണെങ്കിൽ EMS എനിക്ക് തോന്നുന്നത് പട്ടാമ്പിയിലായിരുന്നു പുള്ളി സ്ഥിരമായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ ഇലക്ഷന് പുള്ളി പട്ടാമ്പിയിൽ നിന്ന് ആലത്തൂരിലോട്ട് മാറി. എന്നിട്ട് അവിടുന്ന് ജയിച്ച്. എന്നിട്ട് പട്ടാമ്പിയിൽ അന്ന് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോക്കുകയും ചെയ്തു. ഈ ആലത്തൂരിൽ EMS ജയിച്ചു, അത് സത്യമാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല. ഞാനിപ്പോഴാണ് അന്ന് നമ്മുടെ ചെറുപ്പമാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് TK രാമകൃഷ്ണനായിരുന്നു. അന്ന് 29 പേരേ ഉള്ളൂ. ബാക്കി ഇവർ 111 പേര് ജയിച്ചു. അതുപോലെ 111 പേരുള്ള ഒരു തരംഗമൊന്നും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ നാളെ അറിയാം. പക്ഷേ എൻ്റെ ഒരു പ്രവചനം അനുസരിച്ച് ഒരു 90-95 ഇടയ്ക്ക് സീറ്റ് UDFന് കിട്ടും. BJPക്ക് ഒരു 1 മുതൽ 3 സീറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബാക്കിയേ ഉള്ളൂ LDFന്. അപ്പോൾ 90-95 കൂടുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു അനുമാനമാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കേൾവിക്കാർക്കും വേണ്ടിയിട്ട് ഇത് പറയുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഒക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു പ്രവചനം, നമ്മുടെ ഒരു മനസ്സിലെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് പറയുന്നു. സത്യമാവുകയില്ലോ നാളെ അറിയാം. ഓക്കെ, ജയ് ഹിന്ദ്, ഗുഡ് നൈറ്റ്.